ഇതാണ് ഇപ്പൊ നമ്മുടെ ആപ്പിൾ എന്ന് പറഞ്ഞ ആൾക്കാർ വെക്കുന്ന യഥാർത്ഥ ആപ്പിൾ. ഇതാണ് ശരിക്കും ആപ്പിളിന്റെ തൈ? ആപ്പിളിന്റെ മരമാണിത്. നമ്മളിത് ശരിക്ക് കാഴ്ചക്കണം നിറച്ച് കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടില്. അത് ഞാൻ പറയും. നമ്മുടെ നാട്ടില് കായ്ക്കില്ലേ? ഹിമാചൽ പ്രദേശ് കായ്ക്കുന്നുണ്ട്, കാന്തല്ലൂര് കായ്ക്കുന്നുണ്ട്. പിന്നെ കൗതുകത്തിന് വേണം വെക്കാൻ. പക്ഷെ നമ്മുടെ കാലാവസ്ഥ കായ്ക്കുന്നതാണ് ചില വിദ്വാൻമാര് വിൽക്കുന്നുണ്ട്. പക്ഷെ 10 വർഷമായിട്ട് വിറ്റിട്ട് എവിടെയും ഒരു ആപ്പിളും നമ്മുടെ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ കായ്ച്ചിട്ടില്ല എന്നുള്ള സത്യം പറഞ്ഞിട്ടും ഇപ്പോഴും അനേകര് പോയിട്ട് വിളക്കിന്റെ ഉള്ളിൽ പാറ്റ വീഴുന്ന പോലെ അവരെ പരസ്യത്തിൽ വീണിട്ട് വാങ്ങിക്കുന്നുണ്ട്. ഞാൻ കായ്ക്കുന്ന പറഞ്ഞ് വിൽക്കില്ല. കൗതുകത്തിന് വേണേ കൊണ്ടുവെക്കാൻ എന്റെ വീട്ടിൽ ആപ്പിളുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ചിലപ്പോ ഭാഗ്യത്തിന് കായ്ച്ചാലോ. ഇത് ഒരാൾ പൊക്കമുള്ള മട്ടോയാണ്. അതെ അതെ. ഇതിന്റെ വില ഒരു പീസിന്റെ വില 600 രൂപ. പക്ഷെ 2 പീസ് എടുക്കാണ് ഒരു പീസ് ഫ്രീ. അടിപൊളി ഓഫറാണല്ലോ. ഇത്രയും വലിയ സൈസുള്ള സാധനം തന്നെയാണിത്. ഒരു സമയത്ത് 2000 രൂപയ്ക്ക് വിറ്റിരുന്ന മട്ടവേണ് 3-ാം വർഷം കായ്ക്കും. നല്ല രുചിയുള്ള പഴമാണ്. പഴം എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്കത് കഴിക്കാം. അതായത് ഒരു ലുക്കിലൊടുക്കൊന്നല്ല, ഒറിജിനൽ സാധനമാണ്. സീഡ്ലിംഗ് ആണ്. 3 വർഷം കൊണ്ട് കായ്ക്കും. 1200 രൂപ വിലയുള്ള, 600 രൂപ വിലയുള്ള 2 പ്ലാന്റ് എടുത്താൽ ഒരു മട്ടവ. കുറച്ച് സ്കൂൾ ബോയ് ഇവിടെ. ഈ കാണുന്നൊക്കെ സ്കൂൾ ബോയോ? ഇതുപോലെ കുറച്ച് സ്കൂൾ ബോയ് ഇരിക്കും. ഓൺഗ്രോന്റെ അല്ല. ഓൺഗ്രോന്റെ ഇതിപ്പോ 800 രൂപ റേറ്റ് ഉള്ള. നമുക്ക് സ്കൂൾ ബോയ് 500 രൂപ കൊടുക്കാം. 500 രൂപ കൊടുക്കാം. സ്കൂൾ ബോയ് റംബുട്ടാൻ സ്കൂൾ ബോയ് 500 രൂപയ്ക്ക് ഏകദേശം 5 അടിയുടെ അടുത്ത് വരും. ഒരു 10-300 തൈകൾ ഉണ്ടാവും തോന്നുന്നു. വേറെ സ്ഥലത്ത് 100 രൂപയ്ക്ക് വെക്കുന്ന അർസാബോയ്. അർസാബോയ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ പഴം എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവും. മമ്മൂട്ടികൾക്ക് ജ്യൂസൊക്കെ അടിച്ച് ജനങ്ങള് കുറെ ആൾക്കാർ മമ്മൂട്ടിയുടെ ആരാധകര് ഇതിന്റെ ഫാൻസായി മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ 100 രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റ്. ടേസ്റ്റുള്ള സാധനം. നല്ല അത് ജ്യൂസിലെ ഫ്ലേവർ മാറ്റാം. അതായത് ഒരു 1/4 മുറി അർസാബോയുടെ പഴം മുറിച്ച് ഏതെങ്കിലും ജ്യൂസിലിട്ട് ജ്യൂസ് അടിക്കുകയാണ്. ആ ജ്യൂസിന്റെ ഫ്ലേവറും അതിന്റെ മണം സുഗന്ധമൊക്കെ ഭയങ്കര ആകർഷണീയമായിരിക്കും എന്നാണ് കഴിച്ചവരുടെ അഭിപ്രായം. ഇത് മാത്രമായിട്ടും ജ്യൂസ് അടിക്കാം. വളരെ രുചികരമായ ഒരു ഫ്ലേവർ മാറ്റുന്ന. എന്ത് വിലക്ക് കൊടുക്കാം നമുക്ക്? ഇത് 100 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. 150 രൂപയുടെ പ്ലാന്റ് ആണ്. 100 രൂപയ്ക്ക് സ്ത്രീഡിനെ വില കൊടുക്കും. 10-500 പ്ലാന്റ് നമ്മുടെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ സമയം എടുക്കോ? ഇതൊക്കെ ഒരു വർഷം കൂടെ പൂവിട്ട് 500 രൂപയ്ക്ക് എടുക്കണം. പിന്നെ എന്താ, ഒരു വർഷം കൊണ്ടാവും. ഒരു വർഷം കൊണ്ട് പൂവുണ്ടാവും. എന്താ ഇതേതാ ഫ്ലവർ വന്നിട്ടുള്ള ഈ പ്ലാന്റ്? ഇതൊക്കെ നല്ല ബുഷായ ചെടി. 5000 രൂപ കിട്ടുന്ന വൈറ്റ് ലോങ്. വൈറ്റ് ലോങ് ഇതാണ് ഫ്ലവർ. അതിനകത്തുണ്ടോ കണ്ടോ? അതൊക്കെ ഫ്ലവർ വന്നിട്ടുള്ള വൈറ്റ് ലോങ് ആണ് ഈ കാണുന്നത്. ഫ്ലവറായി 5000 രൂപ. കണ്ടാ അടിപൊളി ചെടികളുണ്ട്. ആ ചെടിയൊക്കെ എന്ത് ബുഷ്, നല്ല വൃത്തിയുള്ള ചെടിയല്ല. നല്ല ബുഷായിട്ടുള്ള അടിപൊളി. ഫ്രണ്ടിലൊക്കെ വെച്ച് കഴിഞ്ഞ് ഫ്രണ്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. നല്ല കാച്ചിങ്ങനെ നിൽക്കണാണ്. എന്ത് രസമാണ്. ഈ ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെക്കണ മതി. ഇതൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ കായം കൂടി വന്നു കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. ഉണ്ടാവും. അത്യാവശ്യം നല്ല ഭംഗിയുണ്ടാവും സാധനം. ഇതൊക്കെ പിന്നെ മാവുകളുടെ ഈ ലൈൻ മൊത്തം എന്താണ് കാലാപ്പാടി. ആ ലൈൻ റെഡ് ഡ്രാഗനും പിന്നെ കാറ്റും പിന്നെ ബനാന. അപ്പുറത്തെ ലൈനില് നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ ചന്ദ്രകാരൻ. ആ ലൈൻ ഇതിൽ വീണ്ടും കാലാപ്പാടി ലൈൻ. അപ്പുറത്ത് നാംഡോക്കുമയുടെ ലൈൻ. ഇത് മാവ് പ്ലാവ് പിന്നെ J33 വേറെ സെക്ഷൻ. ഈ J33 ഒക്കെ നമുക്ക് എന്ത് വില കൊടുക്കാം? ഈ J33 നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 700 രൂപ. ഇത്ര പൊക്കമുണ്ടല്ലോ, കണ്ടോ? ഉണ്ട് 700 രൂപ. പിന്നെ നമ്മള് ഓഫർ വെച്ചിരുന്നു. നമ്മൾ ആ 700-നൊക്കെ ഉള്ള ഏകദേശം റേഞ്ച് ഉള്ളത് നമ്മളൊരു 500 രൂപയ്ക്ക് കൊടുക്കാവുന്ന. ഒരു പീസ് 500 രൂപയും 2 പീസ് 1000. 2 പീസ് എടുക്കുകയാണെങ്കിൽ ഒരു പീസ് ഫ്രീ വെച്ചിട്ടുണ്ട്. പക്ഷെ ഡെലിവറി ചാർജ് എക്സ്ട്രാ 400 രൂപയാവും. ലോങ്ങിലേക്കൊക്കെ പോകുമ്പോ. ലോങ് അല്ല, ഡെലിവറി ചാർജ് എന്തായാലും 400 രൂപ വാങ്ങിക്കും. ഒരു പ്ലാന്റ് എക്സ്ട്രാ അവർക്ക് കിട്ടുന്നു മാത്രം. അതായത് 500 രൂപയ്ക്ക് ഒരു പ്ലാന്റ്, 2 പ്ലാന്റ് എടുക്കുമ്പോൾ 1000 രൂപ ഒരു പ്ലാന്റ് ഫ്രീ വേണേ കൊടുക്കാം. പ്ലസ് 400 രൂപ ഡെലിവറി ചാർജ്. അത് ഇതാണോ? ഇത് പെടില്ല. അപ്പുറത്തല്ലേ? ഇത് 700 രൂപ. ഇത് 700 രൂപ തന്നെ. ഈ J33 എന്ന് പറയുമ്പോ പിന്നെ ചക്കയിലൊക്കെ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള ചക്കല്ലേ? ഇപ്പൊ കഴിക്കാൻ നമുക്ക് പറ്റാൻ കിട്ടുന്ന കേരളത്തിൽ ലഭ്യമായ ചക്കയില് AVRക്ക് നമുക്ക് ആർക്കും ലഭ്യമായിട്ടില്ല, വിൽക്കുന്നുണ്ടെങ്കിലും. പക്ഷെ ഇത് നാട്ടിലെ എല്ലായിടത്തും ഒരുവിധ ആളുകൾ പഴയ ചക്കപ്രേമികളുടെ വീട്ടിലെ, പഴയ ഫ്രൂട്ട് പ്ലാന്റ് പ്രേമികളുടെ വീട്ടിലൊക്കെ കാഴ്ച നിൽക്കുന്നതുകൊണ്ടും കഴിച്ച് രുചികൾ ആളുകൾ അറിഞ്ഞുകൊണ്ടും വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു ചക്കയാണ്. അതായത് ഇതിനെ വെല്ലാനൊരു ചക്ക കഴിച്ചതില്ല എന്നിങ്ങനെ കഴിച്ചവരെല്ലാം പറയും. ഈ J33 ഏത് നിറത്തിൽ വരുന്നത്? J33 സാധാ ചക്കയുടെ കളർ തന്നെയാണ്. പക്ഷെ നല്ല കഴിക്കാൻ നല്ല കറുമുറുള്ള ചക്ക, ടേസ്റ്റ് ആയിരിക്കും. നല്ല മധുരമുള്ള ചക്കയാണ്. ഇതൊക്കെ കായ്ച്ചിട്ട് കായ വരാൻ എത്ര ടൈം പിടിക്കും? ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ബഡ് ചെയ്ത സമയത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ 3-3.5 വർഷം എടുക്കും.
ഇപ്പൊ ഇതൊക്കെ ഒരു വർഷം കഴിഞ്ഞാലല്ലേ, രണ്ടര വർഷം കൊണ്ട് ഇൻഷാല്ലാ കായ്. ഓക്കെ. അല്ല, ഇതിന് പ്രത്യേകിച്ച് വളങ്ങൾ എന്തെങ്കിലും ഇപ്പൊ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ഒന്നും വേണ്ട. ചാണാപ്പൊടി ഇട്ട് കുഴി ഫില്ല് ചെയ്ത്, ചാണാപ്പൊടി വലിയ കുഴി കൊടുത്താൽ ചാണാപ്പൊടി അതിൽ ഫില്ല് ചെയ്യുക, മണ്ണും ചാണാപ്പൊടി മിക്സ് ഫില്ല് ചെയ്ത് അതിന് മുകളിൽ അത് നടുക. നട്ടിട്ട് നിങ്ങള് നല്ല വെയിൽ നിർബന്ധം. അബിയും മട്ടാവിയും പുലാസാനും റൊളീനിയും സാന്തോളും ഒക്കെ കുറച്ച് തണലാണെങ്കിലും കുഴപ്പമില്ല. മാങ്കോസിന് ഒരു 50-60% തണലുള്ള നല്ലത്. ബാക്കിയുള്ള എല്ലാവർക്കും നല്ല വെയിലാണ്. സലാക്ക്, ഒരു കാര്യം കൂടി, ഇതിപ്പോ ഇതാണ് ഇതിന്റെ ഹൈറ്റ്. ഇനി ഇത് പൊന്തി വരുമ്പോ നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വല്ലതും വരുന്നുണ്ടോ? പ്ലാവ് കട്ട് ചെയ്യാൻ പാടില്ല. ഓവർ പൊന്തി പോണ ഒരു തല മുറിച്ച് കൊടുക്കാറുണ്ട് ചക്ക കിട്ടാൻ. എങ്കിലും പ്ലാവും നമ്മൾ മാങ്കോസ്റ്റിനും കട്ട് ചെയ്യാനുള്ള അനുവാദം ആർക്കും കൊടുക്കാറില്ല. മാങ്കോസ്റ്റിനും കട്ട് ചെയ്താൽ വളരില്ല. പ്ലാവ് തടി വണ്ണം കൂടുന്നതിനനുസരിച്ച്, ഉയരം കൂടുന്നതിനനുസരിച്ച് അതിലൊക്കെ ചക്ക പിടിക്കും. അപ്പൊ പിന്നെ ശാഖയിലല്ലല്ലോ ചക്ക പിടിക്കും. ഞാൻ ചോദിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹൈറ്റിൽ പോകുമ്പോ ചക്കയ്ക്ക് ഭാരം വരില്ലേ? അപ്പൊ ആ ചക്ക എങ്ങനെ തൂങ്ങിക്കെടുക്കും? ഇത് വളരുന്ന പ്രത്യേക ടൈപ്പില്. ജയത്താട്ടത്തിൽ എവിടെയും കുത്തനെ പോകാറില്ല. വളഞ്ഞ് പിളഞ്ഞ് ഒരു പ്രത്യേക ടൈപ്പില് വളഞ്ഞ് താഴ്ന്ന് തന്നെ മുഴുവൻ ചക്കൊക്കെ ഇടാൻ പറ്റാറുണ്ട്. ഇപ്പൊ ഞാൻ കണ്ട ജയത്താട്ടത്തിൽ കാഴ്ചയൊക്കെ ഒരു പരിധി വരെ താഴെ തന്നെ വട്ടത്തിൽ നിന്നിട്ട്, പക്ഷെ തണലായവരുതെന്ന് മാത്രം വെക്കുന്നതാണ്. തണലാകുമ്പോഴാണ് മേലോട്ട്. കുറെ പുതിയ സുഹൃത്തുക്കളെ പരിചയപ്പെടാം. എന്താണ് ഇനി പുതിയ വെറൈറ്റി പരിചയപ്പെടാൻ നമുക്ക്? സ്പാനിഷ് ടെർമറിൻ എന്ന് പറഞ്ഞ ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോ 1000 രൂപ ഉള്ള ഫ്രൂട്ടാണ്, 500 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് ബൊളീവിയൻ ചെറിമോയ. ബൊളീവിയൻ ചെറിമോയ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ മുള്ളത്താട് ഒരു വകഭേദമാണ്. ഇത് ഒലോസോപ്പ. ഇതൊക്കെ നമ്മളെ നാട്ടിൽ കായ്ച്ചിട്ടുണ്ടോ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സുഖമായിട്ട് കായ്ക്കുന്നുണ്ട്. മുള്ളത്ത കായ്ക്കുന്നുണ്ട്, ബൊളീവിയൻ ചെറിമോയ കായ്ക്കുന്നുണ്ട്. എല്ലാ സാധനവും നമ്മുടെ നാട്ടിൽ കായ്ക്കാത്ത ഒന്നും ഇവിടെ ഇല്ല. ചില അപൂർവം ഫ്രൂട്ടുകൾ മാത്രമേ കായ്ക്കാത്തുള്ളൂ. ബാക്കിയൊക്കെ അല്ല, നമ്മൾ 25 രൂപയ്ക്ക് കൊടുക്കുന്നത്, 30 രൂപയ്ക്ക് കൊടുക്കുന്ന ഫാഷൻ ഫ്രൂട്ട്, നല്ല വെറൈറ്റി പാഷൻ ഫ്രൂട്ട്, നല്ല ടേസ്റ്റ് ഉള്ള സൂപ്പർ പാഷൻ. പുളിയേ ഇല്ലാതാണ് കൊണ്ട് കഴിച്ചവരുടെ. പുളി തീരല്ല. ഇല്ല. 30 രൂപയാണ് പാക്കറ്റിന് കൊടുക്കുന്നത്. ഈ കാണുന്നതൊക്കെ അബിയോ കേട്ടോ. 100 രൂപയുടെ അബിയോ, 100 രൂപയുടെ ചാംലിയാങ്. ഇതേതേ കാണുന്ന കൂട്ടോ ഒരു വെറൈറ്റിന്റെ ആണല്ലോ സാധനം. ഇതാണ് ജാതി. ഈ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ജാതികളും ഇവിടെ ഉണ്ട്. പിന്നെ ജാതികൾ പറയുമ്പോ ആൾക്കാർ തല്ലും, ആൾക്കാർ ഇഷ്ടമല്ല ജാതി പറയും. എന്നാലും ഞാൻ പറയാം, എനിക്ക് പറയാതിരിക്കാൻ ഓർത്തില്ല, എനിക്ക് കച്ചവടം ചെയ്യാം. അത് സാധാ കാട്ടുജാതിയിൽ നാടൻ ജാതി ബെഡ് ചെയ്തത്. അത് കോമൺ ആയിട്ട് എല്ലാ നഴ്സറികളും വിൽക്കുന്ന 400-500 റേഞ്ചിൽ വിൽക്കുന്ന ജാതിയാണ്. ഇനി ഇതാണെങ്കിലോ, ഇത് നമ്മുടെ പാലായില് തലപ്പത്തുള്ള കിണറ്റിങ്കരല്ലേ മോളെ? കിണറ്റിങ്കര ജാതി. ഇത് നമ്മളിവിടെ വിൽക്കുന്ന 800 രൂപയ്ക്കാണ് കിണറ്റിങ്കരയുടെ ജാതി. അത് 400-500 കിട്ടുമ്പോ കിണറ്റിങ്കര 500. ഇത് അങ്ങനെ പേര് അറിയപ്പെടുക കിണറ്റിങ്കരയുടെ ജാതിയാണ്. മറ്റെന്താ പേര്? കൊച്ചുകൂടി. ഇത് കൂടാതെ കൊച്ചുകൂടി ഇവിടെ സ്റ്റോക്കുണ്ട്. അപ്പൊ കിണറ്റിങ്കരയും സ്റ്റോക്കുണ്ട്, കൊച്ചുകൂടി സ്റ്റോക്ക്. കൊച്ചുകൂടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റും ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ജാതി. ഇത് കിണറ്റിങ്കര അല്ല ഇതിന്റെ പേര്? 800 രൂപ ഇതിന്റെ വില വരുന്നത്.